ഹലോ, ആ സുമേ പറയടി. കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്ന് കറങ്ങുന്നതെന്നാ? എടി, നമ്മളെ കല്യാണത്തിന് ഒരു ചരുവം പോഞ്ഞോണ്ട് വന്നില്ലേ? ആ ചരുവം തന്നെ പോഞ്ഞ അളിയന് കൊടുത്തെന്ന്. നീ പേടിക്കണ്ട, ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാറായി. അപ്പൊ വല്ലതും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പിന്നെ നിന്റെ സഹോദരനാണ്, ഒരു ചുക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൂടിരുന്ന കുടികളിയാ, എന്തിനാ ചുക്ക് കാപ്പി എനിക്ക് എന്നാ? എന്റെ കല്യാണത്തിന് വന്നിട്ട് നിനക്കൊരു ചുക്കും തന്നില്ലെന്ന് നീ നാട്ടുകാരുടെ അടുത്ത് പറയരുത്. അതിനു വേണ്ടി തന്നിരുന്നു ചുക്കും അളിയാ. പിന്നെ കല്യാണമൊക്കെ അടിപൊളിയല്ലായിരുന്നു അളിയാ? പിന്നെ അടിപൊളിയായിരുന്നു. സത്യ സൂപ്പർ അല്ലായിരുന്ന? പിന്നെ സൂപ്പറായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാർ എങ്ങനെ ഉണ്ടളിയാ? അളിയാ നല്ല ആൾക്കാരാണ്. പിന്നെ അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കല്യാണ വീടായിട്ട് ചടങ്ങായിട്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അലമാര കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അലമാര കൊണ്ടുവരായിരുന്ന? അലമാര വേണ്ടെന്ന് പെണ്ണിന്റെ വീട്ടുകാരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് മണ്ടത്തരമായി പോയി. മണ്ടത്തരമൊന്നും അല്ലളിയാ. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു അലമാരയുടെ ആവശ്യം എനിക്ക് ഇവിടെ ഇല്ല. അത് എനിക്ക് അലമാര കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറ്റിമൂട്ടിലെ രഘുവിന്റെ അടുത്ത് പറഞ്ഞു. കുറ്റിമൂട്ടിലെ രഘുമാമയല്ലേ, രഘുമാമ എനിക്കൊരു അലമാര കൊണ്ട് തരാന്ന് പറഞ്ഞു. എടാ, എന്തിനാണ് അവനെ ഈ കുടുംബത്തിൽ കയറ്റിയത്? ആ മരപ്പട്ടിയെ എനിക്ക് അവനെ ഇഷ്ടമല്ല ഒരിക്കലും. യോ, ഇങ്ങനെ ഒരു കിഴങ്ങനുണ്ടാ? എന്റെ രഘുമാമനെ പറഞ്ഞോണ്ടല്ലോ. അങ്ങനെ എന്തോ ഇത് മരപ്പട്ടി നാറിയാണോ? അങ്ങനെയൊന്നും പറയരുത്. എന്റെ മാമൻ എന്റെ രഘുമാമനാണ് പറയരുത്. പോടാ നിന്റെ രഘുമാമൻ. രഘുമാമ എപ്പോ വന്നു അമ്മ? ആദ്യത്തെ മരപ്പട്ടിക്ക് തന്നെ വന്നായിരുന്നു. ഇത് നമ്മളെ പയ്യന്മാരായിട്ടോ. ഞാൻ ജംഗ്ഷനിൽ ഈ അലമാര കൊണ്ടുവന്നപ്പോ അവർ കൂടെ വെച്ച് പോകുന്നത്. സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും രാത്രി എന്നെ സഹായിക്കാനായിട്ട് ഇടം വരെ വന്നതല്ലേ. നമുക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ? ഒരു ഹായ് വിട്ടോ. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, കാണാം. ഓക്കെ, സന്തോഷം. അവർക്ക് എത്ര അയച്ചു കൊടുത്തത്? രാത്രിയല്ലേ, പൈസ ആയിട്ടൊന്നുമില്ല, ഒരു ഗുഡ് നൈറ്റ് അയച്ചു വിട്ട്. അടിപൊളി അലമാര, സൂപ്പർ അലമാര. എന്നാലും കല്യാണമായിട്ട് മാമൻ രാവിലെ വരേണ്ടിരുന്ന സുരന്ദാപ്പച്ചും ഗോമതിയാപ്പച്ചും എല്ലാവരും മാമന്റെ കാര്യം തിരക്കിയത്. മാമ എവിടെയായിരുന്നു മാമ? എടാ, അത് അലമാരടാ. ഇവിടെടാ മാമ, ഇഞ്ഞു വാടാ. മാമ ചിറ്റൊന്നും വന്നില്ലേ മാമ? നീ അതറിഞ്ഞില്ലേടാ? ഇല്ല. എടാ, അവളങ്ങ് അമേരിക്കയിലല്ലേടാ? എന്റെ അടുത്ത് ആരാ പറഞ്ഞു അവൾ അമേരിക്കയിലാണ് ഒരു റഷ്യൻ പയ്യനെ കല്യാണം കഴിച്ചെന്തോ വിഷയമായെന്നൊക്കെ പറഞ്ഞു? അതെ, റഷ്യക്കാരനായിട്ട് കല്യാണം കഴിച്ച ആകെ ഒരു വിഷയം നടന്നു. ഈ വിഷയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ നേരെ അമേരിക്ക ചെന്നു. അങ്ങനെ റഷ്യക്കാരനായിട്ട് ഞാൻ ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കി. അപ്പൊ അതാണോ റഷ്യൻ വിപ്ലവം? എടാ, അങ്ങനെ വിപ്ലവം എന്ന് പറഞ്ഞാൽ കാരണമുണ്ട്. എന്താണെന്നറിയാ? ഈ മൊബൈൽ എടുത്ത് ചിന്നുമോള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവന് ഒരു സംശയം, ഒരു പിണക്കവും ഈ മൊബൈൽ തട്ടിപ്പറിച്ച് കളയുക. ഇവനൊരു മൊബൈൽ നോക്കിയാൽ അത് സംശയം. ഞാൻ അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കൻ അന്ന് പഞ്ചായത്ത് മെമ്പർ, അന്ന് അമേരിക്കയിലെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാണ്. അതെങ്ങനെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാവുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടോട്ടിന് അവനെ തോപ്പിക്കുക. അവിടെ ഇട്ട് തന്നെ ഞാൻ. എടാ, പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാണ്. ഗോപകുമാറിനെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ നേരെ പറഞ്ഞു പ്രസിഡന്റിനെ കാണാൻ പറഞ്ഞു. അന്നത്തെ അമേരിക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബിൽ ക്ലിന്റൺ. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ, അവിടുത്തെ പ്രസിഡന്റ് അല്ലേ, അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ? ഇങ്ങനെ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, പിന്നെ വാർഡ് മെമ്പർ, അങ്ങനെ കൗൺസിലർ, അങ്ങനെ അല്ലേ പുള്ളി അമേരിക്കൻ പ്രസിഡന്റ് ആയത്. പിന്നെന്തോന്ന്? അപ്പൊ നമ്മൾ ഈ റഷ്യക്കാരന്റെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങ് തീർത്ത്. ഒരു വിഷയമില്ല. ആദ്യമായിട്ട് കേൾക്കണേ റഷ്യൻ നോണ. പിന്നെ മാമ, പിന്നെ എന്തോ എന്തോ സംഭവം അമ്മാവാത് തികച്ചു വിളിക്കുമല്ലോ. പിന്നെ എന്തോ വിളിക്കുന്നേ? ഇപ്പൊ റഷ്യക്കാരൻ വിളിക്കുന്നത് സ്റ്റുപ്പിഡ് ബാസ്റ്റർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ വിളിക്കുള്ളൂ. പിന്നെ അതിലൊന്നും വേറെ വിഷയമില്ല. കാരണം നമ്മളെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകണം കുടുംബത്തിൽ? ആരുമല്ലോ. 10ാം ക്ലാസ് ജയിച്ച ഏതെങ്കിലും ഒരുത്തം ഉണ്ടാകണം. അതാണ് ഈ ബാസ്റ്റർഡ് മാമ ഇപ്പൊ അമേരിക്ക പോകും. ഇതാരാ മനസ്സിലായില്ല? ഇതിന്റെ പെങ്ങളെ കെട്ടിയ രമയെ കെട്ടിയ എന്റെ അളിയൻ ബാലൻ. ഹായ് ബാലരമ. അല്ല, എങ്ങനെ മക്കളൊക്കെ എങ്ങനെ? ബാലരമ ഒരു കൊച്ചുണ്ട്, പക്ഷെ പേരിട്ടില്ല മാമ. ലുട്ടാപ്പിന്നിട്ട്. അതാകുമ്പോ ബാലരമയുടെ കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് പോവുമല്ലോ മാമ. പിന്നെ സമയം ഒരുപാടായി മാമ, എന്റെ ഭാര്യ അകത്ത് കാത്തിരിക്കുകയാണ്. അതുമല്ല, നാളെ തൊട്ട് വിരുന്നിന് പോകണം എനിക്ക്. വിരുന്നിന് 1-ാം തീയതി അന്ന് നീ വേറെ പോകണ്ട, വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ. ഓയോ, ഇനിയിപ്പോ മാമ അലമാരൊക്കെ കൊണ്ടുവന്ന് ശരിക്കും ഇപ്പൊ ഞാൻ അവിടെ വന്ന് ഈ പൈസ മുത്തിവിടിങ്ങനെ ശരിയല്ല. ഇറച്ചിയൊന്നും വേണ്ട മാമ. അതിന് ആര് ഇറച്ചി വെക്കുന്നതാ? പിന്നെ വിരുന്നിന് വരുമ്പോ തരൂലേ? എടാ, അന്ന് 1-ാം തീയതി അമ്പലത്തിൽ സമൂഹ സദ്യ ഉണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ വെജിറ്റബിൾ സമൂഹ സദ്യ കഴിക്കാന്ന്. അത് മാത്രമല്ല, വൈകുന്നേരം പരപ്പിൽ കറമ്പന്റെ കാക്കാശിയാട കൊണ്ട് 3 പേർക്കും കാക്കാശിയാട കണ്ട് നമുക്ക് കറങ്ങി വരാടാ. ഒരുപാട് കഥകൾ പറയാനുണ്ടാ മോനെ. കവിത കവിത ഒന്ന് കളിച്ചു. ബാലരമ വരാമേ. കവിത കുട്ടിയെ ആരാ വന്നിരിക്കണ നോക്കൂ. ഇതാണ് എന്റെ മാമൻ. അയ്യോ, എന്റെ കുട്ടിക്കാലത്ത് എന്തോരം എടുത്തോണ്ട് നടന്നിട്ടുണ്ടോ? കാണാൻ മോളെ. അയ്യോ, എന്റെ പറഞ്ഞു ഉണ്ടായിരുന്നു നമുക്ക് കുറെ പറയാൻ വേണ്ടി. അലമാരക്കര കയ്യാൻ വിട്ടും. എന്റെ മാമൻ കൊണ്ടൊന്ന് അലമാരേണ്ട. ഇത്രയും സ്നേഹം കൊണ്ട് നീയല്ലേ മാമൻ കൊള്ളത്തില്ലാന്ന് പറഞ്ഞത്? നീ എനിക്ക് തന്നത് വെറും ഒരു ചരിവം. എടാ, നിന്റെ മാമൻ കൊണ്ടുവന്ന അലമാര വീട്ടിൽ അകത്ത് വെച്ച് പൂട്ടിക്കഴിഞ്ഞാലേടാ ആരും കാണൂല.
പക്ഷെ എന്റെ ചരുവം ഇവന്റെ ഭാര്യ എടുത്ത് വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് 10 പേര് ചോദിക്കും എന്തോന്ന് ഇത് ആരെ ചരുവം കൊള്ളാലോ എന്ന്. അവന്റെ ഒരു അഴിവിയ അലമാര. കേരളത്തിന്റെ അംബാസഡർ ഒരു കാര്യം മനസ്സിലായി, ഇത് നിസ്സാര അലമാരയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലായി പുഴയില് 16 കൊല്ലം വെള്ളത്തിനടി കിടന്ന തടിയാ. 46 മാപ്പിളകരാസികൾ കയറിന് വലിച്ചെടുത്ത് അവിടെ ഇട്ട് ഒറ്റത്തടി തീർത്ത അലമാര. ഇതറിയാവോ? ഇത് വഴങ്ങും തടിയാണ്. പടകം തടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ എവിടെ വേണോ ഉപയോഗിക്കാം. അങ്ങനത്തെ അലമാര ഇതറിയാവോ? കണ്ടാളിയാ കണ്ടാ പിന്നെ നമുക്ക് തകത്തോട്ട് വെക്കും. പിടിക്കടാ പിടിടാ പിടിയടാ പിടിക്കും അല്ലെ ഒന്ന് സഹായിക്കളിയാ. പൊന്നെ ചരിച്ചു കേട്ടതാ. ചുമ്മാരി മാമൻ പറഞ്ഞാൽ മതി. കേട്ടാ മാമ അകത്തോട്ട് പോണല്ലോ മാമ. വാക്കല്ല ഒന്നുകൂടെ പിടിച്ചു നോക്കടാ. പോണില്ല മാമ, ഒന്നുകൂടെ തല്ലി നോക്കടാ. എടേ ആ കട്ടളപ്പടി അത് ഇറിവിപ്പോ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് കയറില്ലെന്നത് ഞാൻ പറഞ്ഞ ചരിച്ചു കയറ്റെന്ന്. ഇവിടുന്ന് ലാസ്റ്റ് വണ്ടി എത്ര മണിക്കാണ്? 4:30. മാമ അതൊന്നും വേണ്ട, മാമനൊന്ന് സഹായിക്കുമോ? അയ്യോ അവിടെ നീങ്ങൂലെന്ന് ഞാൻ പറഞ്ഞില്ല, ജാമായിരിക്കുന്നു പറഞ്ഞില്ലേ. എടാ അപ്പൊ ഞാനേ ഇനി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അപ്പം രാവിലെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല ഒരു മേശിരി വിളിച്ച് അകത്തേക്ക് കയറ്റി ഈ അലമാര കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ മക്കളെ, വേണു കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അലമാര രാവിലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം. ഓക്കെ, ഹാപ്പി മാരീഡ് ലൈഫ്. ആര് വഴുക്കണ തടിയെന്ന് പറഞ്ഞ ഇത് വഴങ്ങും തടിയെന്നാണ് ഓരോരുത്തർ പറയുന്നല്ലേ. നമുക്കിത് വിശ്വസിക്കാൻ പറ്റും. ഓരോരുത്തർ പറയുന്നതല്ലേ മോനെ. എത്ര ദിവസം വെള്ളത്തിനടി കിടന്നു പറഞ്ഞ? വെള്ളത്തിന്റെ അടി കിടന്നതൊക്കെ ഒരുപാട് കൊല്ലം കിടന്നു. നമ്മളിപ്പോ 32 വർഷമായിട്ട് ഞാൻ പെണ്ണ് ഇറങ്ങി കിടന്നപ്പോ ഒരുത്തരും വന്നില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ഇപ്പൊ ചതിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവന്റെ ഒരു അലമാരയെ കൊണ്ടിട്ട്. എനിക്കറിയാം, എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവ കംസനാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവ കംസനായിരുന്നു. കംസനാ? ഓ, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ജയിലിലടച്ചും അതിലൂടെ പിള്ളേരെ ദ്രോഹിക്കുകയും ചെയ്ത കംസനാണ്. കംസന്റെ സ്വഭാവമുള്ള കംസൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ? അയ്യോ എന്റെ പെണ്ണേ. ഈ കംസൻ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ ഈ കല്യാണം കഴിച്ചവ 2 വർഷമേ ആയുള്ളൂ. ആ, ഒട്ടുമിക്ക ബന്ധുക്കളൊക്കെ എനിക്കറിയാം. നമ്മളാ വളവിൽ താമസിക്കുന്ന കട്ടമീശക്കാരനാണ് കംസൻ. എന്റെ കൊച്ചക്കച്ചിന്റെ മാപ്പിള. ഈ സംഭവം അതല്ല. ഈ കംസോ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോണ്ടാണല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞേ. രാജകംസമേ, അതിലെ കംസോണാ? അല്ലേ അല്ല, എന്നെ സംശയം ചോദിച്ചതാണ്. അതല്ലേ? അല്ലേ? അതല്ല പിന്നെ പാതിരാമഴയേതോ കംസൻ ഗീതം പാടി. ഇനി ആ കംസോണ അല്ല, ആ കംസം വരാൻ വഴിയില്ല. പിന്നെ അത് സംസം ഹോട്ടലിന്റെ ഓണർ കംസ. 52 വയസ്സുണ്ട് നിനക്ക്. ഒന്നും അല്ലെങ്കിൽ എന്റെ അമ്മയുടെ ആങ്ങളല്ലേടാ. നിനക്ക് വല്ല വിവരമുണ്ടോ? നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് വല്ല ബുദ്ധി ഉണ്ടാടാ? ഇതൊന്നുമില്ല, നല്ല കവക്കെട്ടുണ്ടാ. എനിക്ക് വയ്യ. ഞാനേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വിവരവും ബോധമുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചൊന്ന് കയ്യിൽ നമ്മുടെ ഒരു മേശിരി ഉണ്ട്. നമ്മുടെ പാലോളം മേശിരി ഉണ്ട്. അപ്പൊ മേശിരി ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റും. ഹലോ മേശിരി. ഹലോ ഹലോ, ഞാന് കുട്ടനാണേ. പറ കുട്ടാ. നമ്മുടെ വകയിലൊരു ചെക്കന്റെ കല്യാണമായിരുന്നു ഇന്നേ. അപ്പൊ ഇന്ന് അവന്റെ ആദ്യ രാത്രിയിലേക്ക് അവൻ കടക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോ മേശിരി ഫ്രീ ആണെങ്കിലേ ഇച്ചിരി ഉളിയും ചുറ്റിലും ആയിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ? എങ്ങനെ? അല്ല, ആദ്യ രാത്രി ആയിരുന്നു എന്റെ ഒരു വകയിലൊരു ചെക്കന്റെ. അപ്പൊ മേശിരി ഫ്രീ ആണെങ്കിൽ ഇച്ചിരി ഉളിയും ചുറ്റിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ? ഇച്ചിരി പോടാ പ്രാന്ത. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാക്കാത്ത നമ്മളെ. അമ്മ കവിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാനേ ഇത് കണ്ണും കേട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? എനിക്ക് ദേഷ്യം വന്നിരിക്കണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ചെറുക്കൊരു അലമാരം കൊണ്ടുകൊടുത്തിട്ട് എടാ, ദേഷ്യം വന്നപ്പോ നീ എങ്ങനെയാ പെണ്ണായത്? നിനക്ക് മറ്റൊരാൾ ചേരുന്നേട്ടോ, ശാന്ത സ്വരൂപം. അതാണ് നല്ലത്. പിന്നെ ദേഷ്യം വന്നപ്പോ നീ ഭയങ്കര പെണ്ണുങ്ങളെ സൗണ്ടും. നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്തിറക്കാൻ പെണ്ണകത്തൊറ്റയ്ക്കേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇത് അങ്ങാട്ടല്ലേ കാണാതെ ഉള്ളു. ഓ, നമുക്ക് 3 പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചാല. എങ്ങനെ? ഇങ്ങോട്ട് വലിച്ചാല. അങ്ങനെ വരൂ. എന്നാ നോക്ക്. പിടി പിടി പിടി, ഞാൻ ഫ്രണ്ടിരിക്കാം. പിടി 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 പിടി, നമുക്ക് പിടി 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 പിടി. പിടിച്ചു മാറ്റാ. അപ്പൊ ഓക്കെ ഇല്ലടാ, ഇത് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്.
പിന്നെ ഞായറാഴ്ച എന്ന ഒരു അണ്ണാച്ചി വരും, 510 രൂപ വെച്ച് കൊടുക്കണം. ഈ അലമാരയുടെ പൈസ. അപ്പൊ ഈ മാപ്പിള കലാസികള് എടാ അത് അണ്ണാച്ചി പറഞ്ഞ കഥയല്ലേടാ, നമ്മക്കറിയോടാ മാപ്പിള കലാസിയ അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ ഇത് അണ്ണാച്ചിന്റെ പൈസ ഞാൻ കൊടുക്കണോ? പിന്നെ കല്ലായി പുഴ അങ്ങനെ എന്തെല്ലാം കഥകളാ. ഇപ്പൊ മനസ്സിലായടാ, നിന്റെ അലമാരയെക്കാട്ടി വെറുതെ എന്റെ ചരുവം തന്നെ കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.